യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനെതിരെ ED നടപടി 1.44 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി. യുഎൻഎ അധ്യക്ഷനായിരുന്ന ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി? അമൃത, 2017-2019 കാലയളവിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തിരിമറിയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സംഘടനയാണ്. ഈ അസോസിയേഷനിലെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ED കേസെടുക്കുകയും അതിൽ നടപടി അന്വേഷിക്കുകയും ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ 1,44,00,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്, താൽക്കാലികമായി കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ED അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അന്നത്തെ ദേശീയ അധ്യക്ഷനായിരുന്ന ജാസ്മിൻ ഷായും ഭാര്യ, ഒപ്പം തന്നെ അന്ന് ഭാരവാഹികളായിരുന്ന ആളുകൾ, ഇവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഭൂമി, അതുപോലെ തന്നെ ഫ്ളാറ്റുകൾ എന്നിവയൊക്കെ ഈ അറ്റാച്ച്മെന്റ് ചെയ്തതിൽ പെടുന്നുണ്ട്. ഇപ്പോൾ അന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയും സാമ്പത്തിക തിരിമറിയും വഞ്ചന ഉൾപ്പെടെയും കേസുകൾ ഉൾപ്പെടുത്തി 1,80,00,000 രൂപയുടെ സാമ്പത്തിക തിരിമറി ഇതിൽ നടന്നിട്ടുണ്ടെന്നായിരുന്നു അധ്യക്ഷനായിരുന്ന ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED കണ്ടുകെട്ടിയിരിക്കുന്നത്. വിവരങ്ങളാണ് വിപിൻ സി വിജയൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.